നമസ്കാരം, ഞാൻ ആർ ശ്യാംബാബു. ABC മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരത്തെ പാർലമെൻറ്റ് മണ്ഡലത്തിലെ NDAയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ്. ഇന്ന് ഉച്ചയ്ക്ക് 11:30 ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അതിലും ഉപരിയായി പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ചടങ്ങിൽ സംഭവിക്കും എന്നാണ് BJP നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. എന്താണ് എന്ന് ചോദിച്ചാൽ, തിരുവനന്തപുരത്തെ ഏതാനും കോൺഗ്രസിൻ്റെ നേതാക്കൾ BJPയിലേക്ക് അംഗത്വം എടുക്കാൻ പോകുന്നു എന്നാണ് BJP നേതാക്കൾ പറയുന്നത്. ആരൊക്കെയാണ് ഈ നേതാക്കൾ? പക്ഷേ BJP വൃത്തങ്ങൾ ഇതുവരെ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് ചില നേതാക്കൾ ചേക്കേറാൻ പോകുന്നു എന്ന വാർത്ത കഴിഞ്ഞ 2 ദിവസം കൊണ്ടാണ് തലസ്ഥാന നഗരി ആകെ പരന്നത്. അന്നു മുതൽ തന്നെ, ആ ദിവസം കൊണ്ട് തന്നെ കോൺഗ്രസിലും ഇത് സംബന്ധിച്ചുള്ള ചർച്ച സജീവമായി. തങ്ങളുടെ പാളയത്തിൽ നിന്നും ആരാണ് BJPയിലേക്ക് കളം മാറാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വ്യക്തത കോൺഗ്രസിൻ്റെ നേതാക്കൾക്കുമില്ല. അതുകൊണ്ട് തന്നെ പല നേതാക്കളും പരസ്പരം പഴിചാരുകയും ചെയ്യുന്നുണ്ട്. താനാണ് പോകാൻ പോകുന്നത്, അല്ലെങ്കിൽ മറ്റൊരാളാണ് പോകാൻ പോകുന്നത് എന്നത് രീതിയിലുള്ള പഴിചാരലാണ് കോൺഗ്രസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം BJP വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇന്ന് നടക്കുന്ന ചടങ്ങിൽ, അതായത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസിൻ്റെ തലസ്ഥാന നഗരിയിലെ ചില നേതാക്കൾ അംഗത്വം സ്വീകരിക്കും എന്നതാണ് BJP ആവർത്തിച്ച് പറയുന്നത്. LDFിൽ നിന്നും നേതാക്കൾ വരുന്നുണ്ട് എന്നുകൂടി BJP നേതാക്കൾ പറയുന്നു. അതേസമയം ഇന്നത്തെ ചടങ്ങിൽ വരുന്നത് കോൺഗ്രസ് നേതാക്കൾ മാത്രമായിരിക്കും എന്നും BJP നേതാക്കൾ പറയുന്നുണ്ട്. വരുന്ന നേതാക്കളെ, അതായത് അംഗത്വം എടുക്കുന്ന നേതാക്കളെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഷാൾ അണിയിച്ച് ഇന്നത്തെ ചടങ്ങിൽ BJPയിലേക്ക് സ്വീകരിക്കും. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കോൺഗ്രസിന്റെ അനിഷേധ്യനായ നേതാവ് K. കരുണാകരന്റെ മകൾ പത്മജ BJPയിലേക്ക് കളം മാറിയത്. അത് വലിയ ചർച്ചയാണ് ഉയർത്തിവിട്ടത്. CPM അത് വലിയ ആയുധമാക്കുകയും ചെയ്തു. ഇതിനോടകം തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CAA കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ ആയുധം ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP എന്നതാണ്. പത്മജയുടെ കളംമാറ്റൽ മുന്നിൽ വെച്ചുകൊണ്ടാണ് അവർ ഈ ആയുധം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആയുധത്തിന് കൂടുതൽ ഇന്ധനം പകരുന്ന ഒന്നായി ഒരുപക്ഷെ ഇന്നത്തെ ഈ കോൺഗ്രസ് നേതാക്കളുടെ BJPയിലേക്കുള്ള കളംമാറ്റം മാറിയേക്കും എന്നുകൂടി എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ, പാർലമെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ, കോൺഗ്രസ് നേതാക്കളുടെ ഈ BJPയിലേക്കുള്ള കളംമാറ്റം കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന സംബന്ധിച്ചുള്ള ചർച്ചകളും കോൺഗ്രസിന്റെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. KPCC ഈ വിഷയത്തെ എല്ലാം തന്നെ, ഈ പ്രാദേശിക നേതാക്കളുടെ കളമാറ്റത്തെ എല്ലാം തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏത് രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണം എന്ന ചർച്ചകൾ KPCCയിലും നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. തലസ്ഥാന നഗരിയിലെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളെ സംസ്ഥാന നേതൃത്വം മൂന്നാം കിടക്കാരായി കാണുന്നു എന്ന പരാതി കഴിഞ്ഞ കുറച്ചു നാളുകളായി ഉയർന്നു വരുന്നുണ്ട്. ഇത്തരത്തിൽ അസംതൃപ്തരായ നേതാക്കളാണ് BJPയിലേക്ക് ചേക്കേറാൻ പോകുന്നത് എന്ന ചർച്ച. തലസ്ഥാന നഗരിയിലെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളെ സംസ്ഥാന നേതൃത്വം മൂന്നാം കിടക്കാരായി കാണുന്നു എന്ന സംബന്ധിച്ചുള്ള പരാതി കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉയരുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ അസംതൃപ്തരായ നേതാക്കളാണ് BJPയിൽ അംഗത്വം എടുക്കാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. BJP നേതൃത്വവും അതാണ് പറയുന്നത്. അവർക്ക് അർഹതപ്പെട്ട സ്ഥാനം തന്നെ BJPയിൽ നൽകും എന്നും BJPയുടെ സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.